ചായക്കടി ബോണ്ടയ്ക്കടി ഇതാ ഇപ്പൊ ഐസ്ക്രീമിനും അടി. ബിഗ് ബോസ് ഹൗസിലാണെങ്കിൽ ആരെങ്കിലും മരിച്ചോ? എന്തിനാണ് ഇവർ ഇവിടെ കിടന്ന് കൂട്ടക്കരച്ചില് കാണിക്കുന്നത്? എന്താണ് അതിനുള്ളിൽ സംഭവിക്കുന്നത്? ഐസ്ക്രീമിന്റെ പേരിൽ ഇത്രയും വലിയ പോരോ? ലോകത്തില്ലാത്ത ബഹളങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗബ്രി അവൻ ഇന്നലെ മത്സരത്തിൽ ജയിച്ച് അവൻ ഒരു ഐസ്ക്രീം കിട്ടി. അവൻ അത് വേറെ ആർക്കും കൊടുക്കാതെ, അവന്റെ സെൽഫിഷ് സ്വഭാവം അറിയാലോ, അത് ആർക്കും കൊടുക്കാതെ അവനാണെങ്കിൽ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് പൂഴ്ത്തി വെച്ചിരുന്നു. പാവൻ ജാൻമണി ഐസ്ക്രീം അല്ലേ എന്ന് വിചാരിച്ച് അതിനകത്ത് നിന്ന് ഒരു 2 സ്പൂൺ കഴിക്കാൻ വേണ്ടിട്ട് അവള് വായ വെച്ചതും എന്താ സംഭവിച്ചത്? ഗബ്രിയാണ് പൊരിച്ച ചീത്ത. ഇത് ഞാൻ മത്സരിച്ച് ജയിച്ചതല്ലേ, എന്നോടൊരു വാക്ക് ചോദിക്കാതെയാണോ നീ അതെടുത്ത് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നവരെ എങ്ങനെങ്കിലും ഇടങ്ങേറാക്കുക എന്നുള്ളത് ഗബ്രിയുടെ പാരമ്പര്യ സ്വഭാവമായതുകൊണ്ട് തന്നെ അവൻ അത് തന്നെ പിന്തുടർന്നു. ഇത് കണ്ടുവന്ന് നമ്മുടെ പാവം ക്യാപ്റ്റനായ അപ്സര എന്ത് ചെയ്തു? ജാൻമോണിയെ പോയി സമാധാനിപ്പിച്ചു. മോളെ നീ വിഷമിപ്പിക്കാതെ, ആ ഗബ്രിയുടെ സ്വഭാവം ഇങ്ങനാണെന്ന് നമുക്ക് പണ്ടേ അറിയാവുന്നതാണല്ലോ എന്നങ്ങ് പറഞ്ഞു. അത് കേട്ടതും ഗബ്രിക്ക് വീണ്ടും പൊട്ടി. അവൾ എന്നെ പറയുന്നു, ഒന്നാമത് വീക്കെൻഡ് എപ്പിസോഡിലെ ലാലേട്ടൻ ആർക്കും ഭക്ഷണം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ചീത്ത വിളിച്ചു. ദാ ഇപ്പൊ ഈ അപ്സരയും പറയുന്നു ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് ഗബ്രി വേളം തുടങ്ങി. ഗബ്രി ആണെങ്കിൽ അവിടെ പോയിരിക്കുന്നു, ഇപ്പുറത്തെ മൂല പോയിരിക്കുന്നു, അങ്ങനെ എല്ലാവരോടും പറഞ്ഞു നടക്കാണ്. എന്റെ ഐസ്ക്രീമാണ്, ഞാൻ മത്സരിച്ച് വാങ്ങിച്ചതാണ്, ഞാനത് ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞതല്ല. പക്ഷെ അവരാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാതെയാ കഴിച്ചേ, ചോദിക്കാതെ കഴിക്കാൻ പാടുണ്ടോ? എന്നെയാണെങ്കിൽ എപ്പോഴും ഭക്ഷണം കൊടുക്കാത്തവനായിട്ട് നിങ്ങൾ എല്ലാവരും ചിത്രീകരിക്കല്ലേ, അത് ശരിയാണോ എന്ന് പറഞ്ഞ് ഗബ്രി ആണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് കരച്ചില്. ജാൻമണി ഇപ്പുറത്തെ സൈഡില് ഐസ്ക്രീം അല്ലേ എടുത്തുള്ളൂ, 2 സ്പൂൺ അല്ലേ എടുത്തുള്ളൂ എന്നും പറഞ്ഞ് ജാൻമണി വേറൊരു കോർണറിൽ ഇരുന്ന് കരയില്. ഇതിനിടയ്ക്ക് അപ്സരയുണ്ട്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ ഇങ്ങനല്ലേ പറഞ്ഞോളൂ, 2 ടേബിൾ സ്പൂൺ ഐസ്ക്രീം കഴിച്ചതല്ലേ ഉള്ളൂ. ജാൻമണിയോട് ഞാൻ പറഞ്ഞു അത് ചോദിക്കാതെ എടുക്കണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ആ ഗബ്രി വന്ന് എന്നോട് എന്താ പറഞ്ഞത്? നീ എല്ലാത്തിനും കാരണം, ഞാൻ എന്താ ചെയ്തത് എന്നും പറഞ്ഞ് അപ്സരയും കരച്ചില്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിൽ ഗബ്രിയുടെ വാലാണല്ലോ. അപ്പൊ ഗബ്രി അടുത്ത് പോയി സംസാരിച്ചിട്ട് അവൻ തിരിച്ചു വന്ന് അപ്സര കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് പറയുന്നു, നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ഗബ്രിയെ ദേവപുരുഷനാക്കാൻ നോക്കുവാണ് ഇപ്പൊ ജാസ്മിൻ വന്നിട്ട് അപ്സര എടുത്ത്. അതാണെങ്കിൽ ഗബ്രി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് അവന്റെ ഐസ്ക്രീം അല്ലേ, അവൻ മത്സരിച്ച് ജയിച്ചല്ലേ, അപ്പൊ അവൻ ആർക്കും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അവൻ ജസ്റ്റ് ആ ഐസ്ക്രീം ആണെന്നുണ്ടെങ്കിൽ അവനോട് ചോദിച്ചിട്ട് എടുക്കാം എന്ന് മാത്രല്ലേ പറഞ്ഞോളൂ, അതിൽ എനിക്ക് തെറ്റ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ഗബ്രിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്. ഗബ്രി ഓൾറെഡി പിരികേറ്റി വിട്ടിട്ടുണ്ട്. എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, എനിക്കൊരു കാര്യം വന്നാലും ആരും പറയത്തില്ല. ആ പറഞ്ഞു വിട്ട കുത്തിത്തിരിയിലാണ് ഇവള് വന്നിട്ട് ഈ പറയുന്നത് അപ്സരയോട്. അപ്സരയാണെങ്കിൽ ജാസ്മിൻ പറയുന്ന കേൾക്കുന്നോ? ഇല്ല, തീരെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. കാര്യം ഗബ്രി കാണിച്ചത് തെണ്ടിത്തരമാണെന്ന് ജാസ്മിനൊഴികെ ആ ഹൗസിലുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ശരിയാ, അവനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ പറയായിരുന്നു അവന്റെ ഐസ്ക്രീം ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞ സാഹചര്യവും പറഞ്ഞ ടോണും ഒന്നും ശരിയല്ല, ഗബ്രിയെ ശരിയല്ല. അങ്ങനെ അത് നടക്കുന്ന സമയത്ത് ജാൻമണിയോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിനക്കാണെന്നുണ്ടെങ്കിൽ പവർ ടീമിലേക്ക് ജാസ്മിന് പകരം മറ്റാരെങ്കിലും ചൂസ് ചെയ്യായിരുന്നു, നീയല്ലേ നിനക്കായിട്ടുള്ള വെനയായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത്. അവര് ഈ കോഴിക്കൂട്ടങ്ങളെ 2 കൂടെ എടുത്ത് പവർ ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിനും വലിയ പ്രശ്നങ്ങൾ നടക്കുമല്ലോ. എന്താ പറയാ, കുറ്റവാളികളുടെ കയ്യിൽ എന്താ പറയാ രാജ്യഭരണം വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയല്ലേ. അങ്ങനെ ഇരുന്ന് പ്രശ്നം ഇങ്ങനെ വീണ്ടും വീണ്ടും വഷളാവുകയാണ്. ജാസ്മിൻ എന്തിനോ കരഞ്ഞു തുടങ്ങുന്നു. ജാസ്മിൻ എന്താ കരയുന്നതിന്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗബ്രി കരയുന്നത് കണ്ടുള്ള സങ്കടത്തിലാണോ ജാസ്മിൻ കരയുന്നത്, അതോ ഇനി ജാസ്മിൻ കണ്ണൻ ഉണ്ടാക്കാൻ വേണ്ടി കരയുവാണോ? എന്തായാലും ജാസ്മിന്റെ കരഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. അങ്ങനെ ജാസ്മിൻ അവിടെ ഇരുന്ന് പൂങ്കണ്ണീർ ഒഴുക്കാണ്. അപ്പൊ ഒഴുക്കുന്ന സമയത്ത് നെഞ്ചത്തടിച്ചുമാണ് ജാസ്മിൻ കരയുന്നത്. എല്ലാവരും ഗബ്രീനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ആ ഫുഡ് കൊടുക്കാത്ത ആളാണെന്ന് എല്ലാരും പറയുന്നത്. അങ്ങനെ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞ് ജാസ്മിൻ പൊട്ടിക്കരച്ചില്. ആ പൊട്ടിക്കരച്ചിലിന്റെ ഇടയിലൂടെ നൂറ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പൊ നൂറ എടുത്തതുപോലെ ജാസ്മിൻ ചോദിക്കാണ്, നിനക്കറിയാവുന്നതല്ലേ അവൻ നല്ലവനല്ലേ, അങ്ങനെ എന്തോ ഒരു സംഭവം ചോദിക്കാണ്. അപ്പൊ ഇതുപോലെ നൂറ കയറി കത്തുന്നുണ്ട്, അവനാണെങ്കിൽ നല്ലവനാണെന്നോ, അവനാണെങ്കിൽ ഫുഡ് എടുക്കാത്തവനല്ലേ, അതുകൊണ്ടല്ലേ ലാലേട്ടൻ വന്നപ്പോ അവനെ നല്ല തെറി വിളിച്ചത്, അവനാണെങ്കിൽ അവന്റെ സ്വഭാവം എന്താ ഇപ്പൊ കാണിക്കോ. അങ്ങനെ ജാസ്മിൻ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന ജാസ്മിൻ കത്തി തിളച്ച് എന്താ പറയാ സൗണ്ട് ഒക്കെ ഒരുമാതിരി ഭയങ്കര എന്താ പറയാ ഒരു റാഷ് ആയിട്ട് അവളോട്
നല്ല പറയാണ് നൂറേനെ, നീ എന്തുവാടി ഇങ്ങനെ പറയുന്നത്, നിനക്ക് അങ്ങനല്ലേ, നീ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞ സകല തെറിയൻ നൂറേനെ വിളിക്കുന്നുണ്ട്. നൂറേൻ വിട്ടു കൊടുക്കുന്നില്ല. നൂറ തിരിച്ചും പറയുന്നുണ്ട്, നീ ആങ്ങളെയാന്ന് പറഞ്ഞിട്ട് നടക്കുന്നയാണല്ലോ, നീ പണ്ടേ പറഞ്ഞിട്ടില്ലേ നിനക്കാണെങ്കിൽ ആണുങ്ങളുമായിട്ടാ ഫ്രണ്ട്സ്, നിനക്ക് പെണ്ണുങ്ങളെ ഫ്രണ്ട്സ് ഇല്ലാത്തതിന്റെ കാരണം എനിക്ക് നന്നായിട്ട് അറിയാടി. അന്ന് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം, അവൻ കാണിച്ചത് തോന്നിവാസമാണ്, അത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ വന്ന് നിന്ന് കരഞ്ഞ സമയവും നീ അവനെയല്ലേ സപ്പോർട്ട് ചെയ്ത്, നിനക്ക് എങ്ങനെ പറ്റുമടി എന്നൊക്കെ ചോദിച്ചിട്ട് നൂറയും ഇവളും തമ്മിൽ ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. അപ്പൊ പ്രശ്നത്തിനൊടുവിൽ ഇതുപോലെ റസ്മിൻ ഭായ് വന്ന് പറയുന്നുണ്ട്, നീ ഒന്ന് സമാധാനിക്ക്, ഈ പ്രശ്നം ഇവിടെ സോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഒരു വിധത്തെ സമാധാനിപ്പിച്ച് ഇരുത്തുവാണ്. ഗബ്രി ആണെങ്കിൽ കരയുക, ഗബ്രിയും ജാസ്മിനും എന്തിനാ കരയുന്നതെന്ന് ആലോചിച്ച് എന്റെ ഒരു 2 മണിക്കൂർ പോയി. കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല, ഗബ്രി എന്തിനാ കരയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ജാസ്മിൻ എന്തിനാ കരയുന്നത് മനസ്സിലാവുന്നില്ല. ഇവർക്ക് കണ്ടന്റിന് ക്ഷാമമാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസ് എന്തെങ്കിലും ഒരു കണ്ടന്റ് അവർക്ക് രണ്ടുപേർക്കും വേണ്ടി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഈ 2 കണ്ടന്റ് ഉണ്ടാക്കുന്നവരെയും കൂടെ പുറത്താക്കേണ്ടതാണ്. കാര്യം അത് ഭയങ്കര നോയ്സൻസ് ആയിട്ട് തോന്നുന്നുണ്ട് ഇവര് കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ കാണില്ല. പലതരം, ഞാൻ പറഞ്ഞില്ലേ, പലതരം അടികൾ കണ്ടിട്ടുണ്ട്. ഇതെന്താ ാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഈ ഒരു വിഷയമൊക്കെ കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കയറി ഇടപെടാണ്, ടാസ്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറയുന്നുണ്ട്. അതിനു മുമ്പേ തന്നെ അവിടെ ഒരു ലംഘനം നടന്നു, ഒരു നിയമലംഘനം നടന്നു. സംഭവം എന്താന്ന് വെച്ചാല്, ഈ ഒരു പ്രശ്നം നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ റസ്മിൻ ബായി ഈ ഗബ്രിയുടെയും ജാസ്മിന്റെയും കൂടെ അറിയാതെ പവർ ഹൗസിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. അപ്പൊ അതൊരു നിയമവിരുദ്ധമായ നിയമലംഘനമാണ്. അപ്പൊ ഇതിന് റസ്മിൻ ബായിക്ക് കൊടുക്കാനുള്ള ശിക്ഷ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് ഈ ടീംസിനെല്ലാം കൂടെ പവർ റൂമിലേക്ക് വിട്ട് അവിടെ ചെന്ന് അവര് പൊരിഞ്ഞടി. അടിക്ക് കാരണം എന്താ, നമ്മുടെ ശ്രീരേഖയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ യമുനയോട് ചോദിച്ച്, ഞാൻ അന്നേരം പറഞ്ഞല്ലേ ഇതുപോലെ ജാസ്മിനെ കൊണ്ടുവരേണ്ട, സിജോനെ ചൂസ് ചെയ്താൽ മതിയെന്ന്, അങ്ങനെ എന്തോ ഒരു വർത്താനം പറഞ്ഞിട്ട് അവിടെ വീണ്ടും ക്ലാഷ് ആവുന്നുണ്ട്. യമുന പറയുന്നുണ്ട്, ഞാനല്ലേ തീരുമാനിക്കുന്നത്, ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് വന്ന ഗെയിം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വീണ്ടും ക്ലാഷ് നടക്കാണ്. അങ്ങനെ അടികൾ ഇനിയും അവസാനിക്കുന്നില്ല. ബിഗ് ബോസിന്റെ വിശേഷങ്ങളെല്ലാം തത്സമയം അറിയാൻ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം.